അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്കിൻ്റെ അങ്ങോട്ട് പോയി, അതായത് കിടങ്ങ് യുദ്ധവുമായി ബന്ധപ്പെട്ടത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടു മുഹാജിറുകൾ, അതായത് ഹിജ്റ വന്നവർ, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കുടിയേറിയർ, അതല്ലെങ്കിൽ അഭയാർത്ഥികൾ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കുന്നവർ, അവരും അൻസാരികളും, അതായത് അള്ളാഹുവിനെ സഹായിച്ച ആളുകൾ, അവരെ എല്ലാവരും കൂടി ഈ കുഴി കുത്തുന്നത് കണ്ടു. വളരെ തണുത്ത പ്രഭാതമായിരുന്നു. അവർക്ക് ആ കുഴി കുത്താൻ, അല്ലെങ്കിൽ വലിയ കിടങ്ങ് കുത്താൻ അടിമകളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ക്ഷീണവും വിശപ്പും കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, ശരിയായ ജീവിതം ഇവിടെയല്ല, പരലോകത്താകുന്നു. അതുകൊണ്ട് അൻസാരികൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണേ. അതിനുള്ള മറുപടിയായി മുഹാജിറുകളും അൻസാറുകളും പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് കൊടുത്തവരാകുന്നു, അതായത് കൈ കൊടുത്ത് സത്യം ചെയ്തവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ യുദ്ധം ചെയ്യും. സമയത്തു അനസൻ റളിയല്ലാഹു അൻഹു യഖൂലു ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഖന്ദഖി ഫഇദൽ മുഹാജിറൂന വൽ അൻസാറു യഹ്ഫിറൂന ഫീ ഗദാത്തിൻ ബാരിദത്തിൻ ഫലം യകുൽ ലഹും അബീദുൻ യഅമലൂന ദാലിക ലഹും ഫലമ്മാ റഅ മാ ബിഹിം മിനൻ നസബി വൽ ജൂഇ ഖാല അല്ലാഹുമ്മ ഇന്നിൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലി അൻസാരി വൽ മുഹാജിറ ഫഖാലു മുഹാജിറൂന ലഹു നഹ്നു അല്ലദീന ബായഉ മുഹമ്മദൻ അലൽ ജിഹാദി മാ ബഖീന അബദ. കിടങ്ങ് കുഴിക്കുന്നത്, അതായത് ഖന്ദഖ്, ഹർഫിൽ ഖന്ദഖി. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, മുഹാജിറുകൾ, അതായത് ഹിജ്റ വന്നവർ, അൻസാറുകൾ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് കുഴി കുത്തുകയായിരുന്നു മദീനയ്ക്ക് ചുറ്റും. ചെറിയ പരിപാടിയൊന്നുമല്ല ഈ പറയുന്നത്. നമ്മൾ പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ട എന്നൊക്കെ പറഞ്ഞ് കാണാൻ പോകുമ്പോൾ നോക്കിയാൽ കാണാം, ഒരു 4 വരി പാതയുടെ വീതിയിൽ വലിയ കിടങ്ങ്, അതായത് കുതിരയ്ക്ക് ചാടിക്കിടക്കാൻ പറ്റരുത് അന്നത്തെ കാലത്തുള്ള മരം കൊണ്ടുള്ള പാലോ അല്ലെങ്കിൽ കമ്പുകൾ ചാരി വെച്ചാലോ ഒന്നും എത്താത്ത അത്രയും വലിപ്പവും താഴ്ചയും വേണം, ഇറങ്ങി കയറാനും പറ്റരുത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു നദി പോലെ ഒരു സാധനം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടാവും. പൊതുവെ അതിനകത്ത് ആളുകൾ വലിയ കൊട്ടാരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കും, അതിനകത്ത് മുതല പോലുള്ളതിനെ പിടിച്ചിടും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇത് താൽക്കാലികമായൊരു രീതിയായിരുന്നു. ആ സമയത്ത് അവർ ചാടിക്കിടക്കരുത്. അപ്പോൾ കുതിരയ്ക്ക് പോലും ചാടിക്കിടക്കാത്ത രീതിയിൽ ഒരു കുതിര ചാടിക്കിടന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ പൊതുവേ സാധാരണ രീതിയിൽ ആളെയും വെച്ചിട്ട് കുതിരയ്ക്ക് ചാടിക്കിടക്കാത്ത അത്രയും വീതിയിൽ താഴ്ചയുള്ള വലിയ കുഴിയാണ്. ഒരു കോട്ടയ്ക്ക് ചുറ്റും കുഴിക്കുന്ന പോലെ മദീനയ്ക്ക് ചുറ്റും. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവരവരുടെ മുതുകിൽ മണ്ണ് ചുമന്നുകൊണ്ട് പോയി. ഞങ്ങളാകുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത്, അല്ലെങ്കിൽ കൈ കൊടുത്ത് സത്യം ചെയ്തവർ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ ജിഹാദ് ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തുകൊണ്ടിരുന്നു, അല്ലാഹുവേ, പരലോകത്തെ നന്മയല്ലാതെ ഒരു നന്മയും ഇല്ല. അതുകൊണ്ട് നീ നിൻ്റെ അനുഗ്രഹങ്ങൾ അൻസാരികളുടെയും മുഹാജിറുകളുടെയും മേൽ വർഷിക്കണേ. അനസിൻ റളിയല്ലാഹു തആല അൻഹു ഖാല ജഅലൽ മുഹാജിറൂന വൽ അൻസാറു യഹ്ഫിറൂനൽ ഖന്ദഖ ഹൗലൽ മദീനത്തി വയൻഖുലൂന തുറാബ അലാ മുതൂനിഹിം വയഖൂലൂൻ നഹ്നു അല്ലദീന ബായഉ മുഹമ്മദൻ അലൽ ജിഹാദി മാ ബഖീന അബദ والنبي صلى الله عليه وسلم يجيبهم ويقول اللهم إنه لا خير إلا خير الآخرة فبارك في الأنصار والمهاجرات. അൽ-ബറാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലാഹുവേ, നീ അല്ലാതെ വേറൊരു വഴികാട്ടിയും ഇല്ല. അപ്പം ഞങ്ങളെ വഴി കാണിക്കണേ, രക്ഷിക്കണേ എന്നൊക്കെയാണ് ഈ പറയുന്നത്. സമയത്തുൽ ബറാ റളിയല്ലാഹു അൻഹു യഖൂലു കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഖുലു വയഖൂലു ലൗലാ അൻത മഹ്തദൈതനാ. അൽ-ബറാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അൽ-അഹ്സാബ് യുദ്ധത്തിൻ്റെ ദിവസം, അതായത് ഒരു സഖ്യകക്ഷികൾ എന്നൊക്കെ പറയുന്നത്, ചിലപ്പോൾ കുറേ പേര് കൂടിയിട്ടുള്ള എന്തെങ്കിലും യുദ്ധമായിരിക്കും. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് ചുമക്കുന്നത് കണ്ടു. മണ്ണ് മേത്തായിട്ട് അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ വെളുപ്പ് കാണാൻ പറ്റുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ മൂടിപ്പോയിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അല്ലേ അല്ലാഹുവേ, നീയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വഴികാട്ടിയും ഇല്ല, ദാനം കൊടുക്കാൻ ആരുമില്ല,
നമസ്കരിക്കാൻ ആരുമില്ല. അതായത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കുക, സമാധാനം കൊണ്ടും ഞങ്ങളുടെ കാലുകൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടും ഞങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ. അതായത് ധൈര്യം വേണം, പേടിച്ച് ഓടരുത്, അല്ലെങ്കിൽ പേടി വരരുത്. കാലിനുറപ്പ്, സമാധാനം ഹൃദയത്തിൽ. തീർച്ചയായും ആളുകൾ ഞങ്ങൾക്കെതിരിൽ തിരിഞ്ഞിരിക്കുന്നു കൂട്ടം കൂട്ടമായിട്ട്. അപ്പോൾ അത് പല ഗോത്രങ്ങളൊക്കെ കൂടി ഒരുമിച്ച് കൂടി റസൂലിനെതിരെ യുദ്ധം ചെയ്യുന്നതായിരിക്കണം. ഞങ്ങൾ അത് അതിജീവിക്കുകയില്ല. അവർ ഞങ്ങളുടെ മേലിൽ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ കൊണ്ടുവന്നാൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കുന്നു, നീ കാത്തോളണേ എന്ന് പറയുന്ന ദുആ. അനിൽ ബറാഇ റളിയല്ലാഹു അൻഹു ഖാല റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ അഹ്സാബി യൻഖുലു തുറാബ വഖദ് വാറ തുറാബു ബായദ ബത്നിഹി വഹുവ യഖൂൽ ലൗലാ അൻത മഹ്തദൈതനാ വലാ തസദ്ദഖനാ വലാ സ്വല്ലൈനാ ഫഅൻസിലിസ് സകീനത അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലഖൈനാ ഇന്നൽ ഔലാ ഖദ് ബഗൗ അലൈനാ ഇദാ അറാദു ഫിത്നതൻ അബൈന. ആരെങ്കിലും ഒരാൾ യുദ്ധത്തിന് പോകാൻ പറ്റാതെ മാറി നിൽക്കേണ്ടി വന്നാൽ, അതായത് നിയമപരമായ എന്തെങ്കിലും കാരണങ്ങളാൽ, വെറുതെ അല്ല, നിയമം വേണം. മൻ ഹബസഹുൽ ഉദ്രു അനിൽ ഗസ്വി. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം. തൊട്ടടുത്ത ഹദീസിൽ അത് കൂടുതൽ വിശദീകരിക്കുന്നു. അന്ന അനസൻ ഹദ്ദസഹും ഖാല റജഅന മിൻ ഗസ്വതി തബൂക മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളിൽ നിന്ന് കുറച്ച് ആളുകൾ പുറകിലായിപ്പോയി, അല്ലെങ്കിൽ നാട്ടിൽ അവർ അൽമദീനയിലുണ്ട്, നമ്മളോടൊപ്പം ഇല്ല. നമ്മൾ ഒരു പർവ്വതമോ ഒരു വഴിയോ അതല്ലെങ്കിൽ ഒരു താഴ്വരയോ കടന്നു, പക്ഷെ അവർ നമ്മോടൊപ്പം ഇല്ലാതെ ഇരുന്നിട്ടില്ല. അതായത് അവർക്കും അതിൻ്റെ കൂലി കിട്ടുന്നുണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ. കാരണം അവർ നിയമപരമായ ഒഴിവ് കഴിവുകൾ കൊണ്ടാണ് വരാതിരിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ ഗസാത്തിൻ ഫഖാല ഇന്ന അഖ്വാമൻ ബിൽ മദീനതി ഖൽഫനാ മാ സലക്നാ ശഅബൻ വലാ വാദിയൻ ഇല്ലാ വഹും മാനാ ഫീഹി ഹബസഹുമുൽ ഉദ്ർ. നോമ്പ് പിടിക്കുന്നതിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ സന്തോഷം പ്രതീക്ഷിച്ചുകൊണ്ട്. ഫളുലിസ്സൗമി ഫീ സബീലില്ലാ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ ഒരു ദിവസമെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അതായത് അള്ളാഹുവിൻ്റെ സന്തോഷം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുക, ബുദ്ധിമുട്ടുക, അതിനെ പറ്റിയിട്ടുള്ള കിതാബിലാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്നതിന് തുല്യമാകുന്നു. അങ്ങനെ ചെയ്താൽ അള്ളാഹു അവൻ്റെ മുഖം തീയിൽ നിന്നും തിരിച്ച് കളയും. അതായത് തീ കാണേണ്ടി വരില്ല, നരകത്തീ. ഈ ഒരുവിധക്കാരുടെയൊക്കെ മുമ്പിൽ നരകത്തീ മഹ്ശറയിൽ കൊണ്ടുവരും. അപ്പം നരകത്തിൻ്റെ തീയിലേക്ക് ആൾക്ക് നോക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു പേടിയും മഹ്ശറയിൽ ഉണ്ടാവില്ല ഒരു നോമ്പ് പിടിച്ചാൽ. എത്രമാത്രം ദൂരം എന്ന് വെച്ചാൽ 70 കൊല്ലം കൊണ്ട് യാത്ര ചെയ്യേണ്ട ദൂരം. അതായത് നരകം നമ്മളിൽ നിന്ന് അത്രയും ദൂരേക്ക് മാറ്റും. ഒരിക്കലും അതിനെ പേടിക്കേണ്ടി വരില്ല എന്ന്. നമ്മളെല്ലാവരും നരകത്തിൻ്റെ മുകളിലുള്ള സിറാത്തിൻ്റെ പാലത്തിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. പിന്നെ മഹ്ശറയിൽ നിൽക്കുമ്പോൾ നരകം ഒരു തൂണ് പോലെ തീ ആളിക്കത്തുന്ന കണ്ണുകളും നാവും വായും ഒക്കെയുള്ള ഒരു രൂപത്തിൽ മഹ്ശറയിൽ വന്ന് അവിടെ വന്ന് സംസാരിക്കും. അതൊന്നും നമ്മളെ ബാധിക്കില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് പിടിച്ചാൽ മതി. അപ്പം നരകം നമ്മളിൽ നിന്ന് 70 കൊല്ലം യാത്ര ചെയ്യുന്ന ദൂരത്തിലായിരിക്കും. കാണാൻ പോലും പറ്റില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. عن أبي سعيد الخدري رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول من صام يوما في سبيل الله بعد الله وجهه عن النار 70 ഖരീഫൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്, അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മുടെ പണം കയ്യിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുക, ബുദ്ധിമുട്ടുക എന്നൊക്കെ പറയുമ്പോൾ പൈസ ചിലവാക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ പാവങ്ങൾ കൊടുക്കുന്നത് തൊട്ട് എല്ലാം. ഇതിപ്പോൾ ജിഹാദിനെ പറ്റി പറയുന്നു, അതെല്ലാം ജിഹാദ് തന്നെയാകുന്നു. ജിഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുക, ബുദ്ധിമുട്ടുക, സഹിക്കുക. ഇതൊക്കെയാണ് ജിഹാദിൻ്റെ അർത്ഥം. അല്ല യുദ്ധം എന്നല്ല. നമ്മൾ പൊതുവെ പറയും വിശുദ്ധ യുദ്ധം എന്ന്. അടക്കം ഈ ഹദീസിൽ ഇത്ര നേരം ഇതാണ് പറഞ്ഞത്. വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞാൽ ഹോളി വാർ എന്ന് പറഞ്ഞാൽ ഹർബുൻ മുഖദ്ദസ. ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു പേരാണ്, അതിപരിശുദ്ധൻ.
അതായത് വിശുദ്ധ യുദ്ധം ഹർബാണ് യുദ്ധം. വിശുദ്ധ യുദ്ധം അല്ലെങ്കിൽ ഹർബുൻ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ വാക്ക് പൊതുവേ ഇസ്ലാമിൽ ആരും ഉപയോഗിക്കാറില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇല്ലതാനും അങ്ങനെ ഒരു വാക്ക്. ജിഹാദ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. പത്രത്തിലും കാര്യങ്ങളിലും ടി വിയിലൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവർ അല്ലെങ്കിൽ അനാവശ്യമായി മതഭ്രാന്തൻ എന്നാക്കി കളഞ്ഞു നമ്മളെ. പക്ഷെ അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കഷ്ടപ്പെടുക. ഇപ്പോൾ ഒരു പള്ളി പണിയാൻ വേണ്ടി കല്ല് വന്നുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നോമ്പ് പിടിക്കുന്നു, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പൈസ ചിലവാക്കുന്നത് കാണാൻ പോകുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഏതൊക്കെ രീതിയിൽ കഷ്ടപ്പെടുന്നുവോ അതെല്ലാം ജിഹാദിൽ പെടും. അല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞാൽ വെറുതെ ആളെ കൊല്ലുന്ന പരിപാടിയല്ല. അത് തെറ്റായ ഒരു ധാരണയാണ് മറ്റുള്ളവരുടെ. ഫളി നഫഖതി ഫീ സബീലില്ലാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും 2 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവാക്കിയാൽ അവരെ സ്വർഗത്തിൻ്റെ എല്ലാ പാറാവുകാരും വാതിലിൻ്റെ, ഇപ്പോൾ സ്വർഗത്തിന് 7 ഗേറ്റുകളുണ്ട്, ആ വാതിലുകളിൽ മലക്കുകൾ ഇങ്ങനെ കാവൽ നിൽക്കുന്നുണ്ടാവും. ആരൊക്കെ അതേക്ക് പോകണേ നോക്കണം, പേര് നോക്കിയിട്ട് കയറ്റി വിടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നിൽക്കുന്ന പാറാവുകാർ പറയും, ഏത് ഗേറ്റിൽ കൂടെ വേണമെങ്കിലും ഏത് വാതിലിൽ കൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് ഇറക്കാം. കാരണം അവർ അത്രയും മഹത്തായ സ്ഥാനം കൈവരിച്ചവരാകുന്നു. അപ്പോൾ അവരെ എല്ലാ ഗേറ്റുകളിലും ഉള്ള മലക്കുകൾ വിളിക്കും, ബാ ഇതിലകത്തേക്ക് കയറ്, ഇതിലകത്തേക്ക് കയറെന്ന് പറഞ്ഞിട്ട്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ആ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ നീ അതിൽ ഒരാളാകുന്നു എന്ന്. നമ്മൾ കുറച്ച് മുമ്പുള്ള ഹദീസിൽ കണ്ടതാണ്, തൊട്ട് മുമ്പുള്ള കിതാബിലായിരിക്കണം. അപ്പോൾ അതിൽ നമ്മളെ ഉൾപ്പെടുത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ആമീൻ ആമീൻ. മാർക്കറ്റിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കടയുടെ മുമ്പിൽ ആളുകൾ നിന്ന് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റുന്ന പോലത്തെ ഒരു VIP ഫീലിംഗ് കിട്ടും. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത്രയൊക്കെ വിശദീകരിക്കാൻ പറ്റുള്ളൂ. ഭൂമിയിലിരുന്നുകൊണ്ട് എല്ലാ വാതിലുകളിൽ കൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുക. ആൾക്ക് ഇഷ്ടമുള്ള വാതിലിൽ കൂടെ പ്രവേശിക്കാം. പല വാതിലുകൾ നമ്മൾ നമസ്കാരത്തിൻ്റെ വാതിൽ, നോമ്പിൻ്റെ വാതിൽ, അങ്ങനെ ജിഹാദിൻ്റെ വാതിൽ. അപ്പോൾ അതിൽ കൂടെയൊക്കെ അത് കൂടുതൽ ചെയ്ത ആളുകൾക്കാണ് അതിൽ കൂടെ പോകാൻ പറ്റുക. അപ്പം നോമ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് നോമ്പ് പിടിച്ച് പ്രശസ്തി നേടിയ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിച്ച ആളാണെങ്കിൽ അവരത്തെ മലക്കുകളായിരിക്കും വിളിക്കുക. പക്ഷേ ഇങ്ങനെയുള്ള ചില ആളുകളെ എല്ലാ ഗേറ്റിൽ കൂടിയും വിളിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ മലക്കുകൾ വിളിക്കും. അല്ലയോ ഇന്നവനെ, അതായത് ആളുടെ മകൻ ഇന്നവനെ എന്നൊരു പേര് പറഞ്ഞിട്ട് വിളിക്കും. അതേ ഹദീസ് ഇവിടെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമേ, അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന് ഒരിക്കലും ഒരു നാശവും വരില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് തോന്നുന്നു നീ അതിൽ ഒരാളായിരിക്കും. അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ് ദാഹു ഖസനതഹു അൽ ജന്ന കുല്ലു ഖസനതി ബാബിൻ ഐ ഫുലു ഹലുമ്മ ഖാല അബൂബക്കർ യാ റസൂലുള്ളാഹ് ദാലിക അല്ലദി ലാ തവാലൈഹി ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലിയർജു അൻ തകൂന മിൻഹും. അപ്പോൾ ഇതിൽ പറയുന്ന ആരെങ്കിലും 2 കാര്യങ്ങൾ അല്ലെങ്കിൽ 2 സാധനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവാക്കിയാൽ എന്ന്. അപ്പോൾ 2 പൈസയാവാം, 2 ആഹാര സാധനങ്ങളാവാം, എന്തോ ആവാം. എന്നാന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല, മുമ്പുള്ള ഹദീസുകളിലുണ്ടോ എന്ന് നോക്കാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴോട്ടിറങ്ങി, എന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്നും വിഷമിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് എനിക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി. കാരണം നിങ്ങൾ പിടിച്ചു നിന്നോളും, വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് ആകെ വിഷമമുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന ലൗകിക സുഖങ്ങൾ, അതായത് ഭൂമിയിലെ അനുഗ്രഹങ്ങൾ, സമ്പത്ത്, ഭാര്യമാർ, കുട്ടികൾ, ഇങ്ങനെയുള്ളതൊക്കെ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ വഴി തെറ്റിപ്പോകാനുള്ള ഇഷ്ടകരമായ സാധനമായി തോന്നിയേക്കാം. എന്നിട്ട് അദ്ദേഹം ലൗകിക സുഖങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത് അനുഗ്രഹങ്ങൾ, രണ്ടാമതായി പറഞ്ഞത് സന്തോഷങ്ങൾ. അതായത് ഭൂമിയിലുള്ള അനുഗ്രഹങ്ങൾ, സമ്പത്ത്, കാര്യങ്ങളൊക്കെയാണ്. മക്കൾ, ഭാര്യ, വീട്, കാറ്, അതുപോലെ സുഖം. അപ്പോൾ നമുക്ക് AC ഇട്ടിരിക്കാം, അതുപോലെ ശമ്പളം, ഇഷ്ടം പോലെ കാശ് കയ്യിലുണ്ട്, ഇറങ്ങാൻ പോണെങ്കിലും പോവാം. അപ്പോൾ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളും സുഖങ്ങളും ആണ് റസൂൽ പറഞ്ഞത്. അപ്പോഴേക്കും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, നന്മയ്ക്ക് തിന്മയെ കൊണ്ടുവരാൻ പറ്റുമോ? അതായത് നല്ല കാര്യങ്ങളിൽ നിന്ന് തിന്മ ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് അനുഗ്രഹത്തിൽ നിന്ന് തിന്മ ഉണ്ടാവുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹത്തിന് വഹ്യ് വരികയായിരിക്കും എന്ന്. ഞങ്ങളെല്ലാവരും അപ്പോൾ സൂക്ഷ്മമായി മിണ്ടാതെ നിശബ്ദരായി ഇരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് വേർപ്പ് തൂത്തുകളഞ്ഞു. എന്നിട്ട് ചോദിച്ചു, തൊട്ടു മുമ്പ് ചോദ്യം ചോദിച്ച ആളെവിടെ
എന്ന് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് തോന്നുന്നുണ്ടോ സമ്പത്ത് എന്ന് പറയുന്നത് നല്ലതാണ് എന്ന്? അദ്ദേഹം അത് 3 പ്രാവശ്യം ആവർത്തിച്ചു, കൂട്ടിച്ചേർത്തു. സംശയമേ ഇല്ല, നന്മ മാത്രം കൊണ്ടുവരുന്നു. നന്മയിൽ നിന്ന് തിന്മ വരില്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. തീർച്ചയായും അത് ഒരു പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ ഒരു അരുവിയുടെ തീരത്ത് വളർന്നു വരുന്ന ചെടികളെ പോലെ ആകുന്നു. അവ ഒന്നുകിൽ കൊല്ലുകയോ അതല്ലെങ്കിൽ മൃതപ്രായരാക്കുകയോ ചെയ്യൽ, ഈ ചത്ത ഭാഗം ആക്കുന്ന രീതിയിൽ അവിടെ പുല്ല് തിന്നുന്ന മൃഗങ്ങളെ. അപ്പോൾ വിഷമുള്ള ചെടിയായിരിക്കും. പച്ചിലകളും പുല്ലുകളും മാത്രം തിന്ന് ജീവിക്കുന്ന മൃഗങ്ങൾ അവയുടെ 2 വയറിൻ്റെ അറകളും നിറയുന്നത് വരെ, അതായത് അവയ്ക്ക് മതിയാവുന്നത് വരെ. എന്നിട്ട് അവ വെയിലത്ത് നിന്ന് അവിടെ ചാണകം ഇടുന്നു, മൂത്രമൊഴിക്കുന്നു, വീണ്ടും തിന്നുന്നു. ഈ ലോകത്തിലെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് പച്ചപ്പാകുന്നു, അല്ലെങ്കിൽ പുല്ലുകളും മരങ്ങളും ആകുന്നു. മുസ്ലിങ്ങളുടെ സമ്പത്ത് എന്തുമാത്രം മഹത്താണ്. അത് നേരായ മാർഗത്തിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടാണ് സമ്പാദിച്ചത് എങ്കിൽ അത് കഴിഞ്ഞ് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അതല്ലെങ്കിൽ യതീം മക്കൾക്ക്, അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക്, അതല്ലെങ്കിൽ യാത്രക്കാർക്ക്, ഇവർക്ക് വേണ്ടി അത് ചെലവഴിക്കുകയും ചെയ്താൽ അത് നേരായ മാർഗത്തിൽ സമ്പാദിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറയുന്നത് കൊണ്ട് പള്ളി പണിയാനോ അല്ലെങ്കിൽ യുദ്ധത്തിനുള്ള സഹായത്തിനോ, അതല്ലെങ്കിൽ യതീമക്കൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് ചെലവിന് കൊടുക്കുകയോ ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കൽ. ഇനി അത് നിയമപരമായിട്ടല്ലാതെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തിന്ന് വയറ് നിറഞ്ഞാലും ഒരു തൃപ്തി വരാത്ത ആളെപ്പോലെയാകുന്നു. അപ്പോൾ തിന്നു, വയറ് നിറഞ്ഞു, പക്ഷെ തൃപ്തിയായില്ല. സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, കാരണം അതുണ്ടാക്കുന്നത് തെറ്റായ രീതിയിലാകുന്നു, അതിന് അനുഗ്രഹമില്ല, അള്ളാഹുവിൻ്റെ ബർക്കത്തില്ല. ആ സമ്പത്ത് അവനെതിരെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം സാക്ഷിയായി നിൽക്കുന്നതാണ്. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും. ആമീൻ. عن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم قام على المنبر فقال إنما أخشى عليكم من بعد ما يفتح عليكم من بركات الأرض ثم ذكر زهرة الدنيا فبدأ بإحداهما وثنى بالأخرى فقام رجل فقال يا رسول الله أو يأتي الخير بالشر فسكت عنه النبي صلى الله عليه وسلم قلنا يوحى إليه وسكت الناس كأن على رؤوسهم الطير ثم إنه مسح عن وجهه الرحضاء فقال أين السائل آنفا أو خير هو ثلاثا إن الخير لا يأتي إلا بالخير وإنه كلما ينبت الربيع ما يقتل حبطا أو يلم كلما أكلت إلا آكلة الخضر إذا امتدت خاصرتها استقبلت الشمس فثلطت وبالت ثم رطت فإن هذا المال خضرة حلوة ونعم صاحب المسلم لمن أخذه بحقه فجعله في سبيل الله واليتامى والمساكين وابن السبيل ومن لم يأخذها بحقه فهو كالآكل الذي لا يشبع ويكون عليه شهيدا يوم القيامة. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.